മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയരുന്നു. ജലനിരപ്പ് 135 അടിയായി. ഡാമിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായി തുടരുകയാണ്. റൂൾ കർവ് പാലിക്കാൻ സ്പിൽവേ ഷട്ടറുകൾ നാളെ തുറന്നേക്കുമെന്ന് തമിഴ്നാട് അറിയിച്ചു. പെരിയാറിന്റെ തീരത്ത് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയനാണ് ചേരുന്നത്. രാഹുൽ, അല്പസമയം മുമ്പ് രാഹുൽ ചില അപ്ഡേറ്റുകൾ നൽകിയിരുന്നു. ഇപ്പോൾ ജലനിരപ്പ് 135 അടിയായി ഉയർന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഈ റൂൾ കർവ് പാലിക്കുക എന്നുള്ളതും അവിടെ നടപ്പാക്കേണ്ടതാണല്ലോ. വിശദാംശങ്ങൾ. കൃഷ്ണ, ഓരോ മണിക്കൂറിലും മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയരുകയാണ്. വനത്തിനുള്ളിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ പെയ്ത മഴയെ തുടർന്ന് മുല്ലപ്പെരിയാർ അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായി തന്നെ തുടരുകയാണ്. ഒഴുകിയെത്തുന്നത് 5500 ഘനയടി വെള്ളമാണ്. പക്ഷേ തമിഴ്നാട് കൊണ്ടുപോകുന്ന 1867 ഘനയടി വെള്ളം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നില്ലെങ്കിൽ പോലും ഇടവേളകളിൽ അത് ഉയരാനുള്ള സാധ്യത നേരത്തെ തന്നെ പ്രവചിച്ചിട്ടുള്ളതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നാളെ ഈ സ്പിൽവേ ഷട്ടറുകൾ തുറക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് തമിഴ്നാട് പറയുന്നത്. 136 അടിയാണ് റൂൾ കർവ്. ഈ പരിധി പാലിക്കുന്നതിന് വേണ്ടി നാളെ സ്പിൽവേ ഷട്ടറുകൾ തുറന്ന് പെരിയാറിലേക്ക് വെള്ളം ഒഴുക്കാനുള്ള ഒരു നടപടി ഉണ്ടായേക്കും. അതിന്റെ ആദ്യത്തെ വാണിംഗ് ഇന്നുണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. എന്തായാലും പെരിയാറിന്റെ തീരത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആശങ്കപ്പെടേണ്ട തോതിലേക്ക് വെള്ളം തുറന്നു വിടില്ല. നിയന്ത്രിത അളവിൽ മാത്രമായിരിക്കും തുറന്നു വിട്ടാൽ തന്നെ മുല്ലപ്പെരിയാറിൽ നിന്ന് ഒഴുക്കുക. ശരി, മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 135 അടിയായി ഉയർന്നിട്ടുണ്ട്. വെള്ളം തുറന്നുവിടേണ്ട സാഹചര്യമുണ്ടെങ്കിൽ നിയന്ത്രിതമായ അളവിലായിരിക്കും. അങ്ങനെ നിലവിൽ നമ്മൾ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല എന്ന കാര്യം കൂടി അധികൃതർ അറിയിക്കുന്നുണ്ട്.